എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സൺഡേ ആണ് അല്ലേ? ലോങ് അവൈറ്റഡ്. എന്തായാലും അടുത്ത ആഴ്ച നമുക്ക് കുറച്ച് 2-3 ദിവസം ലീവ് കിട്ടുന്നുണ്ടല്ലോ, പൂജയുടെ ഹോളിഡേയ്സ് വരുന്നത് കാരണം. ഞാൻ നവമിയുടെ അന്ന് വീഡിയോ ഇട്ടുണ്ടാവില്ല കേട്ടോ. അന്ന് പൂജയ്ക്ക് വെക്കണമല്ലോ, കാർഡ്സും പൂജയ്ക്ക് വെക്കും. അത് കാരണം അന്ന് പേഴ്സണൽ റീഡിങ്ങും ഉണ്ടാവില്ല. അതേപോലെ പിന്നെ വിജയദശമിക്ക് ശേഷം, വിജയദശമിയുടെ അന്ന് വീഡിയോ ഇടാം, പേഴ്സണൽ റീഡിങ് അന്ന് ചെയ്യാം, അന്ന് പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. വേറെ എന്താണ്? അപ്പോൾ ഇന്നത്തെ റീഡിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോസിന് ഓവർവെൽമിങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി കേട്ടോ. നിങ്ങളുടെ സ്നേഹം എന്നും ഉണ്ടാവണം. സബ്സ്ക്രിപ്ഷൻസും അതേപോലെ ഇനിയും ആ സപ്പോർട്ട് തുടർച്ചയായിട്ട് വേണം കേട്ടോ. ഈ സ്നേഹം എന്നും ഉണ്ടാവണം. അതേപോലെ പേഴ്സണൽ റീഡിങ്ങിന് വന്നവരുമായിട്ട് എല്ലാവരുമായിട്ട് തന്നെ ഒരു വല്ലാത്തൊരടുപ്പമായി ഇപ്പോൾ. കണ്ടിന്യൂസ് ആയിട്ട് അവരൊക്കെ തിരിച്ചും വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ ചോദിച്ച് വെറുതെ ഒരു അഡ്വൈസിന് വേണ്ടിയിട്ട് വിളിക്കുന്നവർ പോലും ഉണ്ട് ഇപ്പോൾ. അവരോടൊക്കെ ഒരു ആത്മബന്ധം പോലെയായി. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ് നോക്കാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം, ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. സൺഡേ ഞാൻ നോക്കാറുണ്ട് ലേറ്റ് നൈറ്റ് തോട്ട്സ്. അപ്പോൾ ഇന്ന് നോക്കാം. എന്താ അറിയുമോ, ഞാൻ സൺഡേ നോക്കാൻ കാര്യം, സാറ്റർഡേ കുറേ നേരം എല്ലാവരും എണീറ്റ് ഉണർന്നിരിക്കും. ആരും അത്ര വേഗം ഉറങ്ങില്ല, കാരണം സൺഡേ അല്ലേ. അപ്പോൾ അവരെന്തായിരുന്നു ചിന്തിച്ചിരുന്ന് എന്ന് നോക്കാനൊരു കൗതുകം. അതുകൊണ്ട് നോക്കാം നമുക്ക്. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം മനസ്സിൽ കൊണ്ടുവരിക. അവരുടെ മുഖം ഓർത്തെടുക്കാൻ പറ്റുമെങ്കിൽ അതും നല്ലത്. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങിലേക്ക് റെസനേറ്റ് ആവാൻ ശ്രമിക്കരുത്. ഓക്കെ, തുടങ്ങാം. ഞാൻ ഈ നവരാത്രി കുറേ പേര് എന്നോട് ചോദിച്ചു കുപ്പിവളകൾ ഇഷ്ടമാണോ എന്നൊക്കെ. കുപ്പിവളകൾ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. ഇത് ആക്ച്വലി എൻ്റെ ഫ്രണ്ട് കാണാൻ വന്ന സമയത്ത് കുറച്ച് വളകൾ കൊണ്ട് തന്നിരുന്നു. അപ്പോൾ നവരാത്രിയൊക്കെ അല്ലേ, ഇട്ടേക്കാം എന്ന്, ഒരു ഐശ്വര്യമാവട്ടെ എന്ന് വിചാരിച്ചു. എൻ്റെ കിലുക്കം ഒരു നല്ലൊരു എന്താ പറയുക, ഒരു പോസിറ്റിവിറ്റി തരുന്ന പോലെ തോന്നും. മണി കിലുക്കം പോലെ കുപ്പിവെള്ളയുടെ കിലുക്കം നല്ല രസമല്ലേ കേൾക്കാൻ. ഓക്കെ, തുടങ്ങാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു അവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു എന്ന് പറഞ്ഞു തരുന്നു എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ തോട്ട്സ്, ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു അവർക്ക് വേണ്ടിയിട്ട്. നമഃശിവായ. എടുക്കുകയാണേ. പേജ് ഓഫ് കപ്സ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, 6 of swords, 7 of swords, okay, strength, 4 of cups, the fool, 5 of swords, 4 of swords. എന്തിനാ സ്ട്രെസ് വിളിച്ചൂടെ, സ്ട്രെസ് അടിച്ചുകൊണ്ടിരിക്കാതെ അല്ലേ. ഏസ് ഓഫ് കപ്സ്, 5 of wands, ഇതാണ് ഇവരുടെ പ്രശ്നം. 6 of pentacles, ബോട്ടം ഓഫ് ദി ഡെക്ക്. ബോട്ടം ഓഫ് ദി ഡെക്ക് ഇറ്റ് സെൽഫ് ലവേഴ്സ്. അപ്പോൾ മേജർ എനർജി എന്താണ്? ലവേഴ്സാണ് കേട്ടോ. മേജർ എനർജി ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെയാണ് നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നത്. എവിടെ നിന്നോ ഒരു കൺഫ്യൂഷൻ ഇവർക്ക് വന്നു ചേരും. എല്ലാം കറക്റ്റായിരുന്നു, ആദ്യത്തെ കാര്യങ്ങളെല്ലാം കറക്റ്റായിരുന്നു. ഒടുക്കമായപ്പോൾ ഉറക്കമില്ലായ്മ, സ്ട്രെസ്സ്, ടെൻഷൻ, എന്തിനാണ് എന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, പേജ് ഓഫ് കപ്സ് വെച്ചിട്ട് അത് നിങ്ങളെ കാണണം, സംസാരിക്കണം, കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സ് സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം, കോൾ ചെയ്യണം, നിങ്ങളിൽ നിന്ന് മെസ്സേജ് കിട്ടണം, കോൾ ചെയ്യണം എന്നെല്ലാം ഇവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ഓൺലൈൻ ആക്ടിവിറ്റീസ് ഇവർ നോക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് അപ്ഡേറ്റ് എന്തെങ്കിലും ഇട്ടാണോ അതൊക്കെ ഇവർ നോക്കുന്നുണ്ടായിരുന്നു. DP ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നോക്കുന്നുണ്ടായിരുന്നു. പഴയ ഫോട്ടോസ് ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ എടുത്ത് നോക്കുന്നതായിട്ടും നിങ്ങളുടെ ഓൺലൈൻ ആക്ടിവിറ്റീസ് സ്റ്റോക്ക് ചെയ്യുന്നതായിട്ടും
കാണുന്നു കേട്ടോ. രാത്രി അതൊക്കെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പുതിയ ഫോട്ടോ എല്ലാം ഇട്ട് കാണും, നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കില്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചാലോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കിങ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് പലർക്കും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നിങ്ങളുടെ ചിന്തകളോടൊപ്പം തന്നെ അവർക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റി, ജോലി, കരിയർ, ബിസിനസ്, അതിനെ പറ്റിയിട്ടൊക്കെ അവർ ഒരു സൈഡിൽ അതും ചിന്തിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ജോലി സംബന്ധമായ എന്തോ കാര്യം ഉണ്ടായിരുന്നു, അവരതിനെക്കുറിച്ചും കൂടി ആലോചിക്കുന്നുണ്ടായിരുന്നു. ഇത് ഇന്നലത്തെ രാത്രിയത്തെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ അവർക്ക് എന്തോ ജോലി ചെയ്യാനുണ്ടായിരുന്നു. നിങ്ങളെ കാണുന്നതിനോടൊപ്പം ഒരു ജോലിയുടെ കാര്യം കൂടെ ഉണ്ടായിരുന്നു, അത് ഇവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. 6 ഓഫ് സ്വാർഡ്സ് വെച്ചിട്ട് അവർക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നുകിൽ നിങ്ങളെ കാണാൻ വരാനായിരിക്കും, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് ഒരു യാത്ര, ജോലി സംബന്ധമായിട്ടൊക്കെ ആയിരിക്കണം ഒരു യാത്രയുടെ ആവശ്യം വരുന്നതായിട്ട് കാണുന്നത്. ഇത് നിങ്ങളുമായിരിക്കാം, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒരു യാത്രയുടെ ആവശ്യം ജോലി സംബന്ധമായിട്ടാണ് പോവേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഒരുപക്ഷെ ആ വരവിലായിരിക്കും നിങ്ങളെ കാണാനോ സംസാരിക്കാനോ മെസ്സേജ് അയക്കാനോ ഒക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് കൂടിയിട്ടായിരിക്കും റിലേറ്റഡ് ആയിട്ട് ഇത് ആലോചിച്ചത് കേട്ടോ. അതേപോലെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർ നിങ്ങളുടെ അടുത്ത് മറയ്ക്കുന്നതായിട്ട് കാണുന്നു. ക്ലാരിഫൈ 7 ഓഫ് സ്വാർഡ്സ്. മുഴുവൻ കാര്യങ്ങൾ ഇവർ തുറന്ന് പറയുന്നില്ല, പലതും മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ഇവർ നിൽക്കുന്നത്. ഇവരുടെ ഫീലിങ്സ് പോലും പുറത്ത് പറയുന്നുണ്ടോ എന്ന് സംശയമാണ്. ക്ലാരിഫൈ 7 ഓഫ് സ്വാർഡ്സ്. എന്താണ് ഡിവൈൻ ഇവർ മറയ്ക്കുന്നത്? എന്ത് കാര്യങ്ങളാണ് ഇവർ മറയ്ക്കുന്നത്? ഇവർക്ക് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ തലയിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അറ്റ് എ ടൈം. അത് എല്ലാം കൂടിയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നുള്ള ഒരു രീതിയിലാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. അവരുടെ പ്രശ്നങ്ങൾ ഇവർക്കേ അറിയൂ. അത് വേറെ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞിട്ട് എന്തിനാ നിങ്ങളെ കൂടി വിഷമിപ്പിക്കുന്നത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പ്രശ്നങ്ങൾ മനസ്സിൽ അടക്കി പിടിക്കുന്നതായിട്ട് കാണുന്നു. എന്തൊക്കെ തന്നെ ആയാലും സിറ്റുവേഷൻ എന്താണ് പറയുക, ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും നിങ്ങളെ വന്ന് കാണണമെങ്കിലും ഒരു സമയം വേണം, യാത്ര ചെയ്ത് വരണം, അതുവരെ ക്ഷമയോടെ കാത്തിരുന്നേ മതിയാവൂ എന്നും അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഉടനെ കാണാൻ സാധിക്കും, പക്ഷേ ആ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് അല്ലേ. അങ്ങനെ ഒരു മിസ്സിങ് എനർജി അവർക്കുള്ളതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടായിരുന്നു എന്നും കാണുന്നുണ്ട് കേട്ടോ. ഫൂള് വെച്ചിട്ട് എന്ത് റിസ്ക് എടുത്തിട്ടായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാം എന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും ഒരു യാത്രയുടെ ഒരു ഇത് ഇൻഡിക്കേഷൻ അവിടെ വരുന്നുണ്ട്. അതേപോലെ നിങ്ങൾ രണ്ടുപേരും തന്നെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കണം. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കോൺസ്റ്റൻ്റ് ആയിട്ട് യാത്ര ചെയ്യുന്ന, എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടും ആയിരിക്കും. മുകളിൽ ജോലി സംബന്ധമായ കാര്യമാണ് വന്നിരിക്കുന്നത്. ജോലി സംബന്ധമായിട്ടും നിങ്ങൾക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് തുടർച്ചയായിട്ട് യാത്ര ആവശ്യമായിട്ട് വരുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. ഓക്കെ, എന്ത് തന്നെ ആയാലും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി, പോസിറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാം എന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചിലർ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു വഴക്കുണ്ടായിട്ടുണ്ട്, അതിനെപ്പറ്റിയും ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഒരു ആർഗ്യുമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കാണും. അല്ലെങ്കിൽ ഇവർക്ക് തോന്നുന്നുണ്ട് ഇവർക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന്. അതായത് അവരല്ലാതെ മറ്റൊരാളും നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്ന് ഇവർക്ക് തോന്നുന്നു. ഒന്നുകിൽ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിരിക്കണം, അവിടെ മറ്റൊരാളുണ്ട്, ഇവർ പേടിക്കുന്നുണ്ട് ഇവരെക്കാളും ഇഷ്ടം നിങ്ങൾ അവരോട് കാണിക്കുമോ എന്നല്ലെങ്കിൽ അറ്റ് എ ടൈം ഇവർ മാത്രമല്ല വേറെ ആരോ കൂടി നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണ്, അത് നിങ്ങളുടെ പേഴ്സൺ അറിയാം. അപ്പോൾ ഇവർക്ക് കൺഫ്യൂഷനാണ്, നിങ്ങൾക്ക് അവരോടാണോ ഇവരോടാണോ ഇഷ്ടം എന്നുള്ളതൊരു കൺഫ്യൂഷനാണ്, ഒരു പേടിയുണ്ട്. മറ്റേ ആൾ ജയിച്ച് മുന്നേറുമോ, നമ്മൾ നോക്കി നിൽക്കേണ്ട സ്ഥിതി വരുമോ എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ 4 ഓഫ് സോർട്സ് വെച്ചിട്ട് സ്ട്രെസ്സാണ്, ഉറക്കമില്ലായ്മയാണ് എപ്പോഴും ഉള്ളതാണ് അല്ലേ. നിങ്ങളുടെ പേഴ്സണ് ഉറക്കമില്ലായ്മ, സ്ട്രെസ്സ് നിങ്ങളുടെയും ആവാം കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ എനർജി കൂടെയാണ് ഞാൻ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ചില കാർഡിൽ
നിങ്ങളുടെ എനർജിയും റിഫ്ലക്റ്റ് ആവാം. ഓക്കെ, സ്ട്രെസ്സായിട്ട് ഇരിക്കുന്ന ഓവർ തിങ്കിങ് ആണ്, രാത്രി മൊത്തം എണീറ്റിരുന്ന് ചിന്തിക്കലാണ് പണി എന്നുള്ളൊരു സിറ്റുവേഷനാണ്, കൺഫ്യൂഷൻസ് ആണ്, പേടികളാണ്, അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ ഇരിക്കുന്നതായിട്ട് കാണുന്നു. ഏസ് ഓഫ് കപ്സ് വെച്ച് ഒരുപാട് സ്നേഹമാണ്, ഒരുപാട് സ്നേഹം മനസ്സിൽ നിറഞ്ഞു കവിയുന്ന അത്രയും സ്നേഹം. അത് എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് പോലും ഇവർക്ക് അറിയാൻ വയ്യാത്ത അത്രയും സ്നേഹം. അവിടെ പക്ഷേ ഒരു കൺഫ്യൂഷൻ, ഈ വീണ്ടും ഒരു കോമ്പറ്റേറ്റീവ് എനർജിയാണ് അവിടെ കാണുന്നത്. ഇവർക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് അവിടെ സ്ട്രെസ് ഉറക്കമില്ലായ്മയൊക്കെ വരുന്നത്. നിങ്ങളുടെ സ്നേഹം മറ്റെവിടേക്കോ ഡൈവേർട്ടായി പോകുന്നുണ്ടോ എന്നൊരു ഇൻസെക്യൂരിറ്റി ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വാ തുറന്ന് ചോദിച്ചുകൂടെ അല്ലേ? ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയണോ ഇഷ്ടമല്ലയോ ആണോ എന്നുള്ളത്? നമ്മൾ ഓപ്പണായിട്ട് പറയില്ലേ? ഈ കൺഫ്യൂഷൻ അടിച്ച് ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ വീഡിയോ കാണുമ്പോഴെങ്കിലും അവർക്ക് പറയാൻ തോന്നട്ടെ അല്ലേ? ചേച്ചി പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്യാനാ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. 6 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് ഇവർ വിചാരിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഫൈനാൻഷ്യൽ കൈമാറ്റം നടക്കുന്നുണ്ടായിരിക്കും കേട്ടോ. നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ എപ്പോഴും ഒരു സപ്പോർട്ട് സിസ്റ്റമാണ് നിങ്ങൾ പരസ്പരം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും രീതിയിൽ പണം കൈമാറ്റം നിങ്ങൾ തമ്മിൽ നടക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ലവേഴ്സാണ് ബോട്ടം ഓഫ് ദി ഡെക്ക്. ഇപ്പോൾ സ്നേഹത്തോടെ തന്നെയാണ്, അല്ലെങ്കിൽ ഈ 6 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങൾക്കൊരു സഹായം ചെയ്യണം, അവർക്കറിയാം നിങ്ങളൊരു ബുദ്ധിമുട്ടിലാണ് എന്നൊക്കെ അവർക്കറിയാം. അവിടെ ഒരു സഹായം നിങ്ങൾക്ക് ചെയ്യണം എന്ന് ഇവർ ആലോചിച്ചതും ആവാം കേട്ടോ, അതിനെപ്പറ്റി ആലോചിച്ചതും ആവാം. ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് ലവേഴ്സ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നൊക്കെ ഇവർക്കും നിങ്ങൾക്കും തോന്നുന്നുണ്ടാവും. കാരണം ലവേഴ്സ് പറയുമ്പോൾ രണ്ടുപേരും തന്നെ അവിടെ റിഫ്ലക്റ്റ് ആവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന് നിങ്ങൾക്കും ഇവർക്കും തോന്നാറുണ്ട്. എസ്പെഷ്യലി ഇന്നലെ രാത്രി നിങ്ങളുടെ പേഴ്സണ് ഇതിനെപ്പറ്റി തന്നെ ചിന്തിക്കുകയായിരുന്നു കേട്ടോ. നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, കുറച്ച് കാർഡ്സ് കൂടെ എടുക്കാം അല്ലേ? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു ഡിവൈൻ അവർക്ക് വേണ്ടിയിട്ട്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ് അവർക്ക് വേണ്ടിയിട്ട്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ് അവർക്ക് വേണ്ടിയിട്ട്? ടു ഓഫ് കപ്സ്, റിയൂണിയൻ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ കാണാനായിട്ട് അവർ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇന്നലത്തെ രാത്രിത്തെയാണ്. ഓൾറെഡി ഒരു പക്ഷേ അവർ ട്രാവൽ ചെയ്ത് വന്ന് നിങ്ങൾ ഓൾറെഡി ഇന്ന് രാവിലെ കണ്ട് കാണും. ഞാനിത് വൈകുന്നേരം ആവും പോസ്റ്റ് ചെയ്യുമ്പോൾ. ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ കണ്ട് സംസാരിച്ച് കാണും, ഹാപ്പി മൊമെൻറ്റ്സ് സ്പെൻഡ് ചെയ്ത് കാണും, അല്ലെങ്കിൽ ഇനി കാണും. ഓക്കെ, റീയൂണിയൻ്റെ ചാൻസസ് അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. അവരതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടെങ്കിൽ അവർ നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത മൊമെൻറ്റ്സ് ഒക്കെ ഓർക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത് തലേ ദിവസത്തെ ചിന്തയല്ലേ, അപ്പോൾ റീയൂണിയൻ ചാൻസസ് ഉണ്ട് എന്ന് അവർ ചിന്തിക്കുകയായിരുന്നു ഇന്ന് രാവിലെ നിങ്ങൾ കണ്ടു കാണും മിക്കവാറും തമ്മിൽ കേട്ടോ. കിങ് ഓഫ് വാൺസ് വെച്ചിട്ട് ഒരുപാട് സ്നേഹത്തോടെയും അട്രാക്ഷനോടും കൂടി തന്നെയാണ് ഇവർ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, തമ്മിൽ കാണുമ്പോൾ എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് അവർ പ്രാവർത്തികമാക്കി കാണും മിക്കവാറും. 6 ഓഫ് കപ്സ് വെച്ചിട്ട് ഒരുപാട് ഓർമ്മകൾ നിങ്ങളുടെ ഇടയിലുണ്ട്. അവരതൊക്കെ തന്നെ വീണ്ടും വീണ്ടും ആലോചിക്കുന്നതായിട്ട് കാണുന്നു. 4 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങളെപ്പറ്റി വളരെ പോസസീവായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നേരത്തെയും കണ്ടു, വേറെ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടോ എന്നൊക്കെ അവർ സംശയിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു അല്ലേ. അങ്ങനെ അവർ ചിന്തിക്കുന്നതായിട്ടും പൊസസീവായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ടുമാണ് അവിടെ കാണുന്നത് കേട്ടോ. ഇൻസെക്യൂരിറ്റി, പൊസസീവ്നെസ് എന്നൊക്കെ പറയില്ലേ, അവർ ഇവർ ജലസ്സായിട്ട് ഫീൽ ചെയ്യുക. അങ്ങനെ ഇവർ വേറെ ആരോടെങ്കിലും മിണ്ടുന്നുണ്ടാവുമോ, എൻ്റെ അവസ്ഥ എന്താവും എന്നൊക്കെ നമ്മൾ ചിന്തിക്കില്ലേ, അതുപോലെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. എംപ്രസ് വെച്ചിട്ട് ഞാൻ പറയണോ, നിങ്ങൾ അവരുടെ ലൈഫിലെ എംപ്രസ് സാന്നിധ്യമാണ്. നിങ്ങൾ കാണാനായാലും, നിങ്ങളുടെ സംസാരമായാലും, നിങ്ങളുടെ പെരുമാറ്റമായാലും, നിങ്ങളുടെ സ്വഭാവമായാലും എല്ലാം ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഒരു റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളെ പോലത്തെ ഒരാളെ ഇവരുടെ ലൈഫിൽ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത് കേട്ടോ.
അടുത്തത് കിങ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളെ പ്രതി അവർ റെസ്പോൺസിബിളായിട്ടും, കിങ് ഓഫ് പെൻറ്റക്കിൾസ് രണ്ടാമത്തെ പ്രാവശ്യമാണ് അവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അവിടെ ജോലി സംബന്ധമായിട്ടാണ് നിങ്ങൾ തമ്മിൽ കാണാൻ സാധ്യത, അതെല്ലാം ശരിയാണ്. പക്ഷേ നിങ്ങളെ പ്രതി റെസ്പോൺസിബിളായിട്ടും അവർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് ഒരു വിഷമവും വരാതെ നോക്കണം, നിങ്ങൾക്ക് വേണ്ടി പൈസ സ്പെൻഡ് ചെയ്യണം, നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം നോക്കി നടത്തി തരണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഏസ് ഓഫ് വോൺസ്. ഓക്കെ, ഏസ് ഓഫ് വോൺസ് വെച്ചിട്ട് എന്താണ്, പുതിയ റൊമാൻറ്റിക് ബിഗിനിങ് നിങ്ങളുമായിട്ട് കാണണം, സംസാരിക്കണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. കഴിയുമെങ്കിൽ അവരുടെ ഇഷ്ടം വെളിപ്പെടുത്തണം എന്നും അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. വീണ്ടും ലവേഴ്സ്. പുതിയ ഡെക്കാണ് കേട്ടോ ഇത്. ആ പുതിയ ഡെക്ക് ഞാൻ അധികം യൂസ് ചെയ്തില്ല, പറഞ്ഞില്ലേ അത്. ലവേഴ്സ് വെച്ചിട്ട് എന്താണ് ഇനി ഞാൻ പറയണം? ലവേഴ്സ് വെച്ചിട്ട് ഇഷ്ടമാണ്. എത്ര പ്രാവശ്യം ലവേഴ്സിൻ്റെയും ഏസ് ഓഫ് കപ്സിൻ്റെയും 2 ഓഫ് കപ്സിൻ്റെയും കാർഡ് എന്ന് വന്നു അല്ലേ. അപ്പോൾ എന്തായിരുന്നു അവരുടെ മനസ്സിലെന്ന് മനസ്സിലായില്ലേ? ഭയങ്കര പോസിറ്റീവായിട്ട് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, എൻ്റെ മൂൺ ഭയങ്കര സങ്കടവും തോന്നുന്നുണ്ടായിരുന്നു അവർക്ക്. എനിക്ക് തോന്നുന്നു സ്നേഹം ഒരുപാടാവുമ്പോൾ നമുക്ക് മനസ്സ് വിങ്ങുന്ന പോലെ ആവില്ലേ, ഒരു വിഷമോ സങ്കടമോ സന്തോഷമോ എന്തൊക്കെയോ നമുക്ക് തോന്നില്ലേ, അപ്പോൾ ഇമോഷണലായിട്ട് നമ്മൾ ഫീൽ ചെയ്യും അല്ലേ. അങ്ങനെ ഒരു ഫീലിങ്ങിലായിരുന്നു അവർ എന്നാണ് കാണുന്നത് കേട്ടോ. വേറെ എന്താണ് ഇനി വേണോ? ഒരു 3 കൂടെ എടുക്കാം അല്ലേ. 3 more മെസ്സേജസ് ഡിവൈൻ, 3 more മെസ്സേജസ്. ഈ ഡെക്ക് നല്ല രസമല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് വേണം എന്നവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും തടസ്സങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം തരണം ചെയ്ത് ഒരു പുതിയ ബിഗിനിങ് നിങ്ങളുമായിട്ട് വേണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുമായി 3 ഓഫ് കപ്സ്, നിങ്ങളുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം, സംസാരിക്കണം, കുറച്ച് എന്താ പറയുക ഹാപ്പി മൊമെൻറ്റ്സ് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ അവർ വിചാരിക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ മറ്റുള്ളവർ കൂടെ ഉണ്ടായിരിക്കാം, അതൊന്നും അവർക്ക് പ്രശ്നമല്ല. ആര് കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓക്കെയാണ്. നിങ്ങളെ ഒന്ന് കണ്ട് സംസാരിക്കണം എന്ന് മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം, ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഏസ് ഓഫ് കപ്സ് വീണ്ടും. ഇനി സ്നേഹത്തിന് ഇനി വേറെ കാർഡ്സ് ഇല്ല. അതിലുള്ള എല്ലാ ഈ 2 ഡെക്കിലുള്ള എല്ലാ കാർഡുമായി അല്ലേ. അപ്പോൾ അതിന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ എന്താണെന്ന്. ഏസ് ഓഫ് കപ്സ്. വേറെ എന്താണ്? ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ് ലാസ്റ്റ് കാർഡാണ് കേട്ടോ. നൈറ്റ് ഓഫ് കപ്സ് നിങ്ങളെ അവർ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സോറിയൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നാണ് അവർ ചിന്തിച്ചിരുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും തന്നു കാണും ഇവർ, അല്ലെങ്കിൽ തരുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ. നിങ്ങളെ കാണാൻ വരുന്നുണ്ട്, ഹാപ്പി മൊമെൻറ്റ്സ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈവൻ ഫ്രണ്ട്സോ മറ്റാരെങ്കിലും കൂടെ ഉണ്ടായിരിക്കും, ഒരു 3rd person നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അതൊന്നും അവർക്ക് വിഷയമല്ല. നിങ്ങളെ കാണുമ്പോൾ ഇവരെന്തെങ്കിലും നിങ്ങൾക്ക് തന്നു കാണും, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞാണ്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു കാണും. ഇവരതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നുണ്ട്. അത് തന്നിട്ട് വേണം നിങ്ങളെ കാണാൻ, സംസാരിക്കാൻ, ടൈം സ്പെൻഡ് ചെയ്യാൻ, ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഓവറോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ലേറ്റ് നൈറ്റ് തോട്ട്സ് ആയാലും ഏത് സമയത്തെ തോട്ട്സ് ആയാലും യാതൊരു ബാഡ് രീതിയിലുള്ള ചിന്തകളും അല്ല നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ എന്നുള്ളത് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചിലർ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്നൊക്കെ ക്യാപ്ഷൻ കാണുമ്പോഴത്തേക്കും എന്താണ് എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെപ്പറ്റി വളരെ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. അവരുടെ സ്നേഹമാണ് അവർ ആ സമയത്ത് തനിച്ചിരിക്കുമ്പോൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്, അല്ലാതെ വേറെ യാതൊരുവിധ മോശപ്പെട്ട ചിന്തകളും അവരുടെ മനസ്സിലില്ല എന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ്. ഇനി ടാരോ വെച്ചിട്ട് വേണം ഞാൻ കുറച്ച് മെസ്സേജസ് എടുത്തു തരാം. മറ്റേ ഹാൻഡ് റിട്ടൺ ചാനൽ മെസ്സേജസ് ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകിപ്പോയി ഷോർട്സ് ഇടാൻ, അതും കൂടെ കണ്ടോളൂ കേട്ടോ. പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം, കോണ്ടാക്ട് ചെയ്തോളൂ, ചെയ്തു തരാം കേട്ടോ. ഓക്കെ, ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് നിങ്ങൾക്കായിട്ട് എന്താണെന്ന് നോക്കാം. ഡിവൈൻ എന്ത് മെസ്സേജസാണ് ടാരോ വഴി എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ടാരോ വഴി എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂവേഴ്സിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ടാരോ വഴി എന്ത് മെസ്സേജസാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ദയവായി പറഞ്ഞു തരും. എടുക്കുകയാണേ. പേജ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾ ഓൺലൈൻ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, ഇത് ഇവർക്ക്
സ്ഥിരമായിട്ട് ഇവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ഫോട്ടോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അവരത് നോക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒരു പക്ഷേ മെസ്സേജസ് ഇവർ അയച്ചു കാണും, നിങ്ങൾ തമ്മിൽ മെസ്സേജ് അയച്ചു കാണും, അതിനെപ്പറ്റിയൊക്കെ അവർ ഓർക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാം, നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാം എന്നവർ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കുള്ള മെസ്സേജ് അതാണ്. ഒന്നുകിൽ നിങ്ങളിൽ നിന്ന് ഒരു മെസ്സേജ് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ അവർ ഒരു മെസ്സേജ് നിങ്ങൾക്ക് അയക്കാനുള്ള സാധ്യത കാണുന്നു. 7 ഓഫ് പെൻറ്റക്കിൾസ്, അവർ നിങ്ങളിത് കാണുന്ന സമയത്ത് അവർ ജോലി തിരക്കിലായിരിക്കും. അപ്പോൾ അവർ പറയാൻ ആഗ്രഹിക്കുന്നത് സൺഡേ ആണെങ്കിൽ പോലും അവരൊരു പക്ഷേ ജോലി തിരക്കിലൊക്കെ ആയിരിക്കാം നിങ്ങൾ തമ്മിൽ. അതായത് ഇത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇവർ ജോലിയിലായിരിക്കാം. അതിനെക്കുറിച്ചും അവർ പറയണം തിരക്കാണ് എന്ന് നിങ്ങളോട് പറയുകയാണ് കേട്ടോ. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളുമായി ഒരു പുതിയ ബിഗിനിങ് വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്, അതിനെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. നൈറ്റ് ഓഫ് സ്വാർഡ്സ്, ഇവർക്ക് ഒരു യാത്ര ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതിനെപ്പറ്റിയും നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾ ഇന്ന് റീയൂണിയൻ എന്നൊക്കെ കണ്ടിരുന്നു, ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ കണ്ടു കാണും, കണ്ടിട്ട് ഇവർ തിരിച്ചു പോകുന്നതുമായിരിക്കാം, അങ്ങനെ ആയിരിക്കാം. ഇപ്പോൾ ഒരു യാത്ര പറയുന്ന പോലെ അങ്ങനെ പറയുന്നതായിരിക്കും. ഡെവിൾ നിങ്ങളെപ്പറ്റി ഒബ്സസ്ഡ് ആയിട്ട് ചിന്തിക്കുന്നു എന്നാണ്, തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ തോട്ട്സ് നിർത്താനേ സാധിക്കുന്നില്ല എന്നാണ് ഇവർ പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. 10 ഓഫ് വാണ്ട്സ് വെച്ചിട്ട് ക്ഷീണമുണ്ട്, മേ ബി ഡേ മുഴുവൻ വർക്കായിരുന്നിരിക്കാം, അതുകൊണ്ട് തന്നെ ദേഹം ക്ഷീണം തോന്നുന്നുണ്ട്, മാനസികമായിട്ടുള്ള ക്ഷീണവും ആയിരിക്കാം. ഓവർ തിങ്കിങ് കാരണം എക്സോസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നതായിരിക്കാം, ഫിസിക്കലി ഫീൽ ചെയ്യുന്നതും ആയിരിക്കാം. 4 ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളെ പ്രതി പൊസസീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഇത് നമ്മുടെ റീഡിങ്ങിലും വന്നു അല്ലേ. നിങ്ങൾ വേറെ ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ടോ? അപ്പോൾ ഇത് ചിന്തകൾ കൊണ്ടുള്ള ക്ഷീണം തന്നെയാണ് കേട്ടോ. നെഗറ്റീവ് തോട്ട്സ് കൊണ്ടുള്ള ക്ഷീണമാണ്. ഡെവിളും കൂടെ വന്നിരിക്കുന്നുണ്ട്, നെഗറ്റീവായിട്ട് ഒരുപാട് ചിന്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ലേ, നിങ്ങൾ അവരെ വിട്ടുപോകുമോ എന്നൊക്കെ ഇവർ ഒരുപാട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. അവർ പറയുകയാണ് എനിക്ക് ജലസായിട്ട് ഫീൽ ചെയ്യുന്നു, നിങ്ങൾ വേറെ ആരോട് സംസാരിക്കുന്നൊന്നും ഇവർക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ പറയുന്നതായിട്ടാണ് കാണുന്നത്. ഏസ് ഓഫ് വോൺസ് വെച്ചിട്ട് നിങ്ങളുമായിട്ടൊരു റൊമാൻറ്റിക് ബിഗിനിങ് വേണം എന്നവർ പറയാൻ ആഗ്രഹിക്കുന്നു. ദ മൂൺ നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഇൻസെക്യൂറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് ആണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നൈറ്റ് ഓഫ് കപ്സ് വീണ്ടും നമുക്ക് റീഡിങ്ങിൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളിവരെ കാണുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരണം എന്നൊക്കെ ഇവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. എന്തോ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് അതും കൊണ്ട് വേണം നിങ്ങൾ വന്ന് കാണാൻ എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ സോറി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ലവേഴ്സ്, ദേ വോണ്ട് ടു സേ ഐ ലവ് യു. ഇത് വരാത്ത ഒരു മെസ്സേജും ഇല്ല ഞാൻ നോക്കിയിട്ട്. ഇന്നത്തെ മോർണിംഗ് മെസ്സേജസിലും ഉണ്ടായിരുന്നു, നമ്മുടെ ഹാൻഡ് റിട്ടൺ ചാനൽ മെസ്സേജസിലും ഉണ്ടായിരുന്നു ഐ ലവ് യു എന്ന്. ഓക്കെ, ഐ ലവ് യു പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ ഇവർ. ഏസ് ഓഫ് കപ്സ്, വാവ്, ഏസ് ഓഫ് കപ്സും അത് തന്നെയാണ്, മനസ്സ് നിറഞ്ഞ് തുളുമ്പുന്ന സ്നേഹമാണ് നിങ്ങളോട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, വേറെ നന്ദിയും വേണോ, മതിയോ? ഇത് ബോട്ടം ഓഫ് ദി ഡെക്കും കൂടെ എടുത്തു തരാം. ഹെയറോഫൻറ്റ്, സോറി, മജീഷ്യനാണേ. മജീഷ്യൻ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളെപ്പറ്റി തന്നെ തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓവർ തിങ്കിങ് എന്നുള്ള രീതിയിൽ തന്നെ ഇവർ നിങ്ങളെപ്പറ്റി തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ആവുകയാണ് ഓട്ടോമാറ്റിക്കായിട്ട് കേട്ടോ. അതാണ് ഇവർ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓരോ മെസ്സേജസ് ബാക്കി ചാനൽ മെസ്സേജസ് കൊടുത്തേക്കാം, അതും കൂടെ പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ റീഡിങ്. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്ത് തരിക. ഓക്കെ, വേറെ എന്താണ്, പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ, മാക്സിമം 2 ഡേയ്സിനകം നമുക്ക് റീഡിങ് കഴിയുന്നത് അന്ന് തന്നെ ചെയ്യും. എന്തെങ്കിലും കാരണവശാൽ ഡിലേ വന്നാൽ അടുത്ത ദിവസം തന്നെ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. ഇതേപോലത്തെ പുതിയ റീഡിങ്സായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ലവ് യു, ബൈ.